ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് എസ് വ്ളോഗ്. ഇന്ന് നമ്മളൊരു അടിപൊളി വാൾ ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേറൊന്നും വെച്ചിട്ടുള്ള പൈൻ കോൺ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പൈൻ കോൺ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും കിട്ടില്ല. ഞാനിത് കൊടൈക്കനാൽ ട്രിപ്പ് പോയപ്പോൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ പൈൻ ഫോറസ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് കളക്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 പൈൻ കോൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പെറ്റൽസ് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ കുറച്ച് പെറ്റൽസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് പീസാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സർക്കിൾ ഷേപ്പ് എടുക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് എടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബ്ലാക്ക് കളർ അക്രാലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് പീസിലായിട്ട് ഒരു എന്താ പറയുക മരത്തിൻ്റെ ശിഖരമൊക്കെ വരച്ചു കൊടുക്കില്ലേ, ആ ഒരു രീതിയിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു ബഞ്ചായിട്ട് നിൽക്കില്ലേ, അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മരത്തിൻ്റെ ശിഖരം ആ ഫ്ലവേഴ്സിൻ്റെ ബഞ്ച് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൈൻ കോണിൻ്റെ പെറ്റൽസ് ഉണ്ടല്ലോ, അതെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു കാർഡ്ബോർഡ് പീസിലായിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൈൻ കോൺ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാർഡ്ബോർഡിലായിട്ട് നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 5 പെറ്റൽസാണ് വേണ്ടെങ്കിൽ അങ്ങനത്തെ ഫ്ലവേഴ്സ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 3 പെറ്റൽസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചിലത് 3 പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സാണ്. പിന്നെ ചിലത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് തോന്നില്ലേ, ആ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തും ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചില സ്ഥലത്ത് 3 പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചിലതാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഒരു ഫ്ലവറായിട്ട് തോന്നുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ ഒക്കർ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കളർ അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ളതല്ല, എന്നാലും ഇതിന് നല്ലതായിരിക്കും എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെയിൻറ്റ് എടുത്തിട്ടുള്ളത്. ഇനി പെറ്റൽസൊക്കെ നമുക്കിത് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെ അത്ര ഡള്ളായിട്ടുള്ള കളറല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് തെർമോക്കോളിന് ഇതുപോലെ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിലിപ്പോൾ കളേർഡ് ആയിട്ടുള്ള തെർമോക്കോൾ ബോൾസ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി, അപ്പോഴും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ആ ഒരു സ്റ്റെം ഉണ്ടല്ലോ, അത് നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. പിന്നെ അതിനേലും കുറച്ചുകൂടി എളുപ്പമായിട്ട് ഉണ്ടാവുന്നത് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്.
ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ബോർഡേഴ്സ് ഒന്ന് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെൻസിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റെഡ് കളർ അക്രാലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ബോർഡേഴ്സിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളർ അക്രാലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റെമ്മിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അത് നമ്മൾ പെയിൻറ്റ് ചെയ്തൊന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ലീവ്സ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ആയിട്ട് കുറച്ച് ലീവ്സ് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ലീവ്സും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള വോൾ ക്രാഫ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോളെന്ന ഓപ്ഷൻ കൂടി കാണുന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.